ഹായ്, ഹലോ മൈ ഡിയർ, ഹൗ ആർ യു ഓൾ? എല്ലാവരും സേഫ് അല്ലേ? നിങ്ങളുടെയൊക്കെ മഴയുണ്ടോ? എന്താ അവസ്ഥ? എല്ലാവരും ഓക്കെ ആണല്ലോ അല്ലേ? യെസ്, എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. മഴയൊക്കെയാണ്. ഓക്കെ, സാർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പഠനം ഫോക്കസ് ചെയ്യണം. നമ്മുടെ മുമ്പിൽ എന്ത് ക്രൈസിസ് വന്നു കഴിഞ്ഞാലും പഠനത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ ബാധിക്കാൻ പാടില്ല. ഓക്കെ, നന്നായിട്ട് നമ്മൾ പഠിച്ച് അത് ക്ലിയർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മുടെ മുമ്പ് എന്ത് തരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാവും, അതൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തകരാൻ പാടില്ല. നമ്മൾ അതിനൊക്കെ എന്ത് ചെയ്യണം, മുന്നോട്ട് തരണം ചെയ്തിട്ട് വേണം പോകാൻ. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾക്ക് പഠിച്ചു തുടങ്ങാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മളുടെ ചാപ്റ്ററിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നമ്മൾ അന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൾ അല്ലെ, എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ആൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആളോട് 3 ക്വസ്റ്റ്യൻസ് ആളൊന്ന് വർക്ക്ഔട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ഈ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ആപ്പ് അലിഫെജ് പറഞ്ഞിട്ടുള്ള ആപ്പിൽ അവൈലബിൾ ആണ്. ഇതിന്റെ നോട്ട്സ് ഒക്കെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, നന്നായിട്ട് നമുക്ക് ഒരുമിച്ച് അലിഫെജിന്റെ കൂടെ ഒരുമിച്ച് നമുക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് നമ്മുടെ സൈഡിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ 1-to-1 ട്യൂഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ ഒക്കെ ജോയിൻ ചെയ്ത് അതിന് എൻക്വയറീസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്ററിലോട്ട് നമ്മൾ മൂവ് ചെയ്യണം. ഇപ്പൊ എന്താ ചാപ്റ്ററിൽ പറയുന്നത് നോക്കൂ. എന്താ പറയുന്നേ? എ വയർ, okay, a wire 3.5 meters long is to be cut into two pieces. ഒരു വയർ ഉണ്ട്. ഈ വയർ, ഓക്കെ, ഒരു വയർ തന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ. ഓക്കെ, ഒരു വയർ നമുക്ക് തന്നിട്ടുണ്ട്. ഈ വയറിന്റെ പ്രത്യേകത എന്താണ്? ഒരു വയർ നമുക്ക് തന്നിട്ടുണ്ട്. ഈ വയറിന്റെ മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3.5 meter. 3.5 meter. പിന്നെ എന്താ പറഞ്ഞേ? ലോങ് കട്ട് ഇൻ ടു 2 parts. നമ്മൾ എന്ത് ചെയ്തു, അതിനെ 2 പാർട്സുകളാക്കി മാറ്റി. ഓക്കെ, അപ്പൊ ഒരു പാർട്ടുണ്ട്, വേറൊരു പാർട്ടും ഉണ്ട്. പിന്നെ എന്താ പറഞ്ഞ? വിത്ത് 1 piece of bend, ഒരു പീസ് നമ്മൾ എന്ത് ചെയ്തു, ബെൻഡ് ചെയ്തിട്ട് അത് സ്ക്വയർ ആക്കി ഇൻടു എ സ്ക്വയർ. അത് എന്ത് ചെയ്തു, നമ്മൾ അതിനെ സ്ക്വയർ ആക്കി. then the other one into നമ്മൾ എന്ത് ചെയ്തു അറിയോ, മറ്റൊന്നിനെ നമ്മൾ എന്ത് ചെയ്തു, an equilateral triangle ആക്കി. എന്താണ് equilateral triangleന്റെ പ്രത്യേകത? എന്താണ്? എല്ലാ സൈഡ്സും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. സ്ക്വയറിന്റെ പ്രത്യേകത എന്തെന്നെയാണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. സോ ഹിയർ ബി ദ കൺക്ലൂഷൻ, the length of the sides of both must be the same. ഓക്കെ, അപ്പൊ ഇക്വൽ ട്രയാങ്കിൾ നമ്മൾ പറഞ്ഞു, സ്ക്വയറിന്റെ കാര്യം പറഞ്ഞു. then how should be the wire be cut? അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് അതിനെ കട്ട് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് അതിനെ എങ്ങനെ ചെയ്യാം? അപ്പൊ എന്താണ്, നമുക്ക് ആദ്യം ഇതിന്റെ പെരിമീറ്റർ കാണാൻ അറിയാം. സ്ക്വയറിന്റെ പെരിമീറ്റർ പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, പെരിമീറ്റർ പറഞ്ഞാൽ ചുറ്റളവാണ് അല്ലെ. അപ്പൊ സ്ക്വയർ എന്ന് പറയുമ്പോൾ എല്ലാ സൈഡ്സ് ഈക്വൽ ആകുമ്പോൾ 4 sides ആണ് ട്രയാങ്കിൾ സ്ക്വയറിനുള്ളത്. അപ്പൊ നമുക്ക് 4 പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 4 into സൈഡ്സ് എന്നാണ്. നമുക്ക് സൈഡ്സ് അറിയോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? സൈഡ്സിന് നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. ഓക്കെ, സൈഡ്സിന് നമ്മൾ എക്സ് എന്നാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാ സൈഡും ഈ സെയിം ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ട്രയാങ്കിളിൻ്റെതും സൈഡ്സിന് എക്സ് എടുത്തു, സ്ക്വയറിൻ്റെതും എക്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി എന്താ നമ്മൾ ചെയ്യാം? യെസ്, നമുക്ക് ഇനി ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം, പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ എന്ന് പറയുന്നത് 4x എന്നാണ്. പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ എന്താവും? അപ്പോ 3x ആവും. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അതുവരെ ക്ലിയർ ആണ്. ഇനി എന്താ പറഞ്ഞത്? ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3.5 meter എന്ന് കിട്ടും. അപ്പൊ നമ്മൾ അതിനെ കൂട്ടി നോക്കാം. 4x minus 3x is equal to എന്തെന്ന് കിട്ടും? 3.5 meter. 3.5 meter. നമുക്കറിയാം 3.5 meter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 100 centimeter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? 1 meter ആണ്. അപ്പോ 3 meter എന്ന് പറഞ്ഞാൽ എന്താണ്? 300 centimeter. then 50 centimeter പറഞ്ഞാൽ ഹാഫ് മീറ്റർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 350 centimeter equal to എന്താണ്? 3.5 meter എന്ന് കിട്ടി. അപ്പൊ നമ്മൾ സെന്റിമീറ്ററിലോട്ട് തന്നെ കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. എന്താവും വരിക?
നമുക്ക് എന്താ വരിക മക്കളെ? നമുക്ക് ഇവിടെ എന്താ ഉള്ളത്? 4x മൈനസ് 3x ആണ് നമുക്ക് ഇവിടെ ഉള്ളത് അല്ലെ? അല്ലേ? നോക്കൂ, അപ്പൊ എന്ത് വരും? 4x, സോറി മൈനസ് അല്ല കേട്ടോ, പ്ലസ് ആണ് കേട്ടോ. 4x പ്ലസ് 3x is equal to 350. Then നമ്മൾ എന്ത് ചെയ്യുന്നു? 4x plus 7 3x1 എന്താണ്? 7x is equal to 350. Then നമ്മൾ എന്ത് ചെയ്യണം? ഈ x നെ ഇവിടെ വെച്ചിട്ട് 7 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. സോ എന്ത് വരും? 350 divided by 7. അപ്പൊ നമുക്ക് എന്ത് കിട്ടും മക്കളെ? എന്ത് കിട്ടും? 50 എന്ന് കിട്ടും. എന്ത് കിട്ടും? 50. So therefore x എന്ന് പറയുന്നത് എന്ത് കിട്ടി? x എന്ന് പറയുന്നത് എന്ത് കിട്ടി? 50. അതായത് 50 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ മക്കളെ? 1/2 മീറ്റർ. എത്രയാണ്? 1/2. സോറി, right here 50 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാല് 1/2 മീറ്റർ. സോ നമുക്ക് എന്ത് കിട്ടി? x കിട്ടി. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചൂടെ? ഇതിന്റെ പെരിമീറ്റർ കണ്ടുപിടിച്ചൂടെ? എത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളതെന്ന്? സിമ്പിള്. എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? നോക്കൂ, നമ്മൾ എന്താ പറഞ്ഞു? സ്ക്വയറിന്റെ നമ്മൾ എന്താ പറഞ്ഞത്? സ്ക്വയറിന്റെ നമ്മൾ പറഞ്ഞത് എന്താണ്? 4x that's equal to 4 into 1/2. 4 into 1/2. ഇപ്പൊ എന്താ 4 into 1/2 പറഞ്ഞാൽ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2 എന്ന് കിട്ടും. സോ സ്ക്വയറിന്റെ നമ്മൾ ടോട്ടൽ എടുത്തിട്ടുള്ളത് എന്താണ്? 2 മീറ്റർ ആണ്. 2 മീറ്റർ ആണ്. ക്ലിയർ ആണോ? 2 മീറ്റർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ട്രയാങ്കിളിലോട്ട് വരൂ. ട്രയാങ്കിളിലോട്ട് വരൂ. ട്രയാങ്കിളിൽ എന്താ നമ്മൾ എടുത്തത്? 3x that's equal to 3 into 1/2. ഇവിടെ നമ്മൾ 4ന്റെ മൾട്ടിപ്ലസ് ആയതുകൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റിയത്. ഇവിടെ പറ്റുമോ? ഇവിടെ പറ്റില്ല അല്ലെ? ഇവിടെ നമുക്ക് എന്താ 3യും 2 ആണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് എന്താ ചെയ്യില്ല? കട്ട് ചെയ്യാൻ പറ്റില്ല. സോ 3 into 3. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3/2. എന്താ 3/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 1.5 ആണ്. അഥവാ 1 മീറ്റർ ആൻഡ് 1/2 മീറ്റേഴ്സ്. ഐ മീൻ 1.5 മീറ്റർ ആണ് ട്രയാങ്കിൾ എടുത്തുള്ളത്. ഇത് എന്ത് മനസ്സിലായപ്പോ? സ്ക്വയറിന്റെ എത്രയാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ എന്ത് മനസ്സിലായി? ട്രയാങ്കിളിനും ടോട്ടൽ എത്ര ഇതാണ് നമ്മൾ വയർ കട്ട് ചെയ്തപ്പോൾ എടുത്തിട്ടുള്ളതെന്ന്, ലെങ്ത് എടുത്തിട്ടുള്ളതെന്ന് നമുക്കതെന്ന് മനസ്സിലായി. ക്ലിയർ അല്ലേ? മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ. സോ നമുക്ക് ഇനി എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ആ ലെങ്ത് എടുത്തു അല്ലെ? ഇവിടെ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്? ക്വസ്റ്റ്യനിൽ നമ്മളെ ക്വസ്റ്റ്യൻ നോക്കുന്നു. ഒരു വയർ തന്നിട്ടുണ്ട്. 3.5 മീറ്റർ അല്ലെ? 3 അല്ലെങ്കിൽ 1/2 മീറ്റർ ഉള്ള ഒരു ലെങ്ത്തിൽ ഒരു വയർ തന്നിട്ടുണ്ട്. ഇത് രണ്ടും കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തുമ്പോൾ ഒരു ഭാഗം സ്ക്വയറിന് എടുത്തു, ഒരു ഭാഗം ട്രയാങ്കിളിന് എടുത്തു. അപ്പൊ സ്ക്വയറിന്റെയും ട്രയാങ്കിളിന്റെയും സൈഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആണ്. എക്സ് ആണ് എടുത്തു. അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ബോത്ത് മസ്റ്റ് ബി സെയിം ആണ്. അപ്പൊ എക്സ് ട്രയാങ്കിളിന് 3 സൈഡ്സും എക്സ് ആണ്, മറ്റേത് 4 സൈഡും എക്സ് ആണ്. അപ്പൊ x plus 4x ആവും. ഇവിടെ 3x ആവും. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കറിയാം എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടും? 3.5 മീറ്റേഴ്സ് എന്ന് കിട്ടും. നമ്മൾ അതിനെ സെന്റിമീറ്റർ കൺവേർട്ട് ചെയ്യുന്നു. ദെൻ നമ്മൾ 3x ഉം 4x ഉം കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 7x എന്ന് കിട്ടി. ദെൻ 350/7 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 50 എന്ന് കിട്ടി. ഇപ്പൊ 15 നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1/2 മീറ്റർ എന്ന് കിട്ടി. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മക്കളെ എന്ത് കിട്ടി? മക്കളെ നോക്കൂ, നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഇതൊക്കെ നമുക്ക് ഇവിടെ കിട്ടി അല്ലേ? 2 മീറ്ററും കിട്ടി, അതുപോലെ തന്നെ 1.1 മീറ്ററും കിട്ടി. ക്ലിയർ അല്ലേ? സോ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കൂ, എന്താ ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ എ ക്ലാസ്, ഒരു ക്ലാസ് റൂം ഉണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ക്ലാസ് എന്ന് വിചാരിച്ചോളൂ കേട്ടോ. ഇൻ എ ക്ലാസ് there are 4 more girls than boys. ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ എന്താണ്? 4 ഗേൾസ് കൂടുതലാണ്. ആരേക്കാൾ? ബോയ്സിനേക്കാൾ 4 ഗേൾസ് കൂടുതലാണ്. ഓൺ വൺ ഡേ അല്ലെങ്കിൽ ഓൺ എ ഡേ when only 8 boys were absent. ഏതൊരു ദിവസം, ഫോർ എക്സാമ്പിൾ ഇന്നാണ് വിചാരിച്ചോളൂ. ഇന്നത്തെ ദിവസം നമ്മുടെ ക്ലാസ്സിൽ 8 ബോയ്സ് ലീവാണ്. നമുക്ക് ബോയ്സിന്റെ കണക്കൊന്നും അറിയില്ല. ബട്ട് നമുക്ക് അറിയുന്ന എന്താണ്? ബോയ്സിനേക്കാൾ 4 കുട്ടികള്, പെൺകുട്ടികൾ കൂടുതലാണ് നമ്മുടെ ക്ലാസ്സിൽ എന്ന് വിചാരിക്കാം. പിന്നെ എന്തുകൂടി പറഞ്ഞിട്ടുണ്ട്? 8 കുട്ടികള് ഇന്ന് ദിവസം ലീവാണ്. ഓക്കെ. പിന്നെയോ the number of girls was twice the number of boys. ഇന്നത്തെ ദിവസത്തെ എന്താ പറഞ്ഞത്? the boys were absent. the number of girls was twice of the number of boys. ഇന്നീ ദിവസത്തെ ബോയ്സിനേക്കാൾ 2 മടങ്ങ് കൂടുതലാണ് ഗേൾസ്. ക്ലിയർ ആണോ? അതും ക്ലിയർ ആണ്.
ഹൗ മെനി ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ഇൻ ദ ക്ലാസ് എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, മോർ ദാൻ അല്ലെ കമ്പാരിസൺ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വേരിയബിൾ എടുക്കുന്നു. സോ നമ്മൾ ഇവിടെ ബോയ്സിന് എക്സ് എന്ന് എടുക്കാം. ബോയ്സ് നമ്മൾ എക്സ് എന്ന് എടുത്തു. ദെൻ ഗേൾസ് എന്താവും, ഗേൾസ് എന്താവും മക്കളെ, എക്സ് പ്ലസ് 4 എന്നാവും. ബോയ്സ് എന്താവും, എക്സ് പ്ലസ് 4 എന്നാകും. ക്ലിയർ അല്ലേ? ഈ നമ്മുടെ എന്താ പറഞ്ഞത്, ഒരു ദിവസം ബോയ്സ് എന്താണ്, ബോയ്സ് എക്സ് ആണെങ്കിൽ എക്സിനേക്കാൾ 8 കുട്ടികൾ കുറവാണ് ഇന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എക്സ് മൈനസ് 8. പിന്നെന്താ നമ്മളോട് പറഞ്ഞത്, അന്ന ദിവസം എത്ര കുട്ടികളുണ്ടോ അതിന് 2 മടങ്ങ് ഗേൾസ് ഉണ്ട് അവിടെ. അപ്പൊ നമ്മള് ഇന്നത്തെ ദിവസം ഇവിടെ എക്സ് മൈനസ് 8 കുട്ടികളുണ്ട്. ഇതിനേക്കാൾ 2 മടങ്ങ് ട്വൈസ് അല്ലെ, ട്വൈസ് ആയിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട് ഗേൾസിന്. അപ്പൊ ഗേൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം, എക്സ് പ്ലസ് 4 ആണെന്ന് അറിയാം. അപ്പൊ ഇതിന് ഈക്വൽ അല്ലേ, അതെടുത്തത് മനസ്സിലായോ? 2 എന്ന് പറയുന്നത് എങ്ങനെയാണ്, എക്സ് മൈനസ് 8 എന്ന് പറയുന്നത് ഇന്ന് ദിവസം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് എന്നാണ്. ഇന്ന് ക്ലാസ്സിൽ എത്ര ബോയ്സ്, എക്സ് ആണ് ബോയ്സിന്റെ നമ്പർ. ഈ എക്സിൽ നിന്ന് 8 ബോയ്സ് ഒന്ന് ലീവാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇരട്ടിയാണ് എല്ലാ ദിവസവും ക്ലാസ്സിലുള്ള ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത്. അതൊരു ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, സാധാ പോലെ സോൾവ് ചെയ്യുന്നു. നോക്കൂ, 2 അപ്പൊ നമ്മൾ ബ്രാക്കറ്റ് ഹോൾഡ് ചെയ്യുന്നു. 2x മൈനസ് 16 ഈക്വൽ ടു എക്സ് പ്ലസ് 4. ഇനി എക്സിനെ ഒരു സൈഡിലോട്ട് കൊണ്ടുവരുന്നു, കോൺസ്റ്റൻസിനൊക്കെ പുറത്തോട്ട് കൊണ്ടുപോകുന്നു. സോ നമുക്ക് എന്ത് വരും, 2x, എക്സ് ഇവിടെ എന്താണ്, പ്ലസ് ആണ് അല്ലെ, ഇതിന് പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് വരും, മൈനസ് എക്സ് ആവും ഈക്വൽ ടു 4 ഇവിടെ വരും. 16 നമ്മൾ മൈനസ് 16 പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പ്ലസ് 16 എന്നാവും. സോ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു 20 കിട്ടും. സോ ബോയ്സിന്റെ എണ്ണം കിട്ടി. ഗേൾസിന്റെ എണ്ണം കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഇനി ബോയ്സിന്റെ എണ്ണം കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഗേൾസിന്റെ എണ്ണം കിട്ടാൻ എക്സ് പ്ലസ് 4 ആണ് ഗേൾസ് എന്ന് അറിയാലോ നമുക്ക്. എന്ത് ചെയ്താ 20 പ്ലസ് 4 എന്ന് പറഞ്ഞാല് സോ 24 ഗേൾസ്. ഇപ്പൊ ഗേൾസും ബോയ്സും കിട്ടിയോ, കിട്ടിയില്ലേ, കിട്ടിയടോ, സിമ്പിൾ അല്ലേ? ഇവിടെ നമുക്ക് ആകെ അറിയേണ്ടത് എന്താണ്, ഇത് ഇങ്ങനെ എടുക്കാൻ നമുക്ക് അറിയണം. കാരണം ഇവിടെ ക്വസ്റ്റ്യൻ അത് തന്നിട്ടുണ്ട്, എന്താണ് ട്വൈസ്. അത് ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കണം, എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളതെന്ന്. മനസ്സിലായോ? ക്വസ്റ്റ്യൻ പറഞ്ഞത് എന്താണെന്ന് നന്നായിട്ട് റിവൈസ് ചെയ്തെങ്കിലേ നമ്മൾക്കത് മനസ്സിലാവുള്ളൂ. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്, ഇവിടെ എന്താ തന്നിട്ടുള്ളതെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കണം. മനസ്സിലായോ? ക്ലിയർ ആണോ? യെസ്, ക്ലിയർ. Then we are moving to the next question. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. അത് ആദ്യം നിങ്ങൾ അറിയണം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഒരിടം ചെയ്തതാ. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും നമ്മുടെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ ഹോംവർക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞു തരികയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരികയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കുക. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ട് ചില കുട്ടികൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്യാം, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. എനിവേ നിങ്ങൾ ഒപ്പം ചെയ്ത് നോക്കുക കേട്ടോ. പറ്റുന്നവരൊക്കെ പെട്ടെന്ന് ചെയ്ത് നോക്കുക. ഞാനിത് അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. എന്താ ക്വസ്റ്റ്യൻ നോക്കൂ. എ ഫ്രാക്ഷൻ, okay, a fraction simplified after adding 1 to its numerator, it's become 1/3. നമുക്ക് അവിടെ എന്തായിരുന്നു, 1/2 ആയിരുന്നു അല്ലെ. then 1 added to the denominator and then simplified, it become 1/4. ഡിനോമിനേറ്റർ നമുക്ക് നേരത്തെ 1/3 എന്ന് കിട്ടി, ഇവിടെ 1/4 ആണ്. ഡിഫറൻസ് ഉള്ളൂ. വാട്ട് ഈസ് എ ഫ്രാക്ഷൻ? ഇപ്പൊ ഫ്രാക്ഷൻ ആണെന്ന് മനസ്സിലായി. ഫ്രാക്ഷൻ ആകുമ്പോൾ എന്തുണ്ടായിരിക്കും, സ്വാഭാവികമായിട്ടും x/y എടുത്തോ. ആദ്യ സ്റ്റെപ്പ് എന്താണ്, എക്സിലോട്ട് നമ്മൾ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1/3. ഇനി അടുത്ത എന്താണ്, ഡിനോമിനേറ്ററിലോട്ടാണ് നമ്മൾ 1 ആഡ് ചെയ്യുന്നതെങ്കിലോ നമുക്ക് 1/4 എന്നാവും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുക. ഇത് നമ്മൾ എന്ത് ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പ് എന്താ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. സോ നോർമൽ ആയിട്ട് 3 into x plus 1 equal to y. Therefore നമുക്ക് y എന്ത് കിട്ടി, y എന്ന് പറയുന്നത് 3 into x plus 1. then ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ, ഓർത്ത് വെക്കാം. then അടുത്ത എന്താ വരിക, ഈ x y അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോ then ഇവിടെ എന്ത് വരും, 4x is equal to y plus 1. സോ നമുക്ക് y കിട്ടിയിട്ടുണ്ട് അല്ലെ. y നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ 4x is equal to y എന്താണ്, y എന്താ വരിക മക്കളെ പറയൂ. ഇത് നമ്മൾ ചെയ്യുമ്പോ 3x plus 3 എന്ന് വരും അല്ലെ.
നമുക്ക് കാണിച്ചു. ഇപ്പം 3x പ്ലസ് 3 ഇവിടെ എന്തുകൂടി ഉണ്ട്, ഒരു 1 കൂടി ഉണ്ട്. ഇതാണ് കേട്ടോ വിട്ടുപോയത്. 3 into 3x plus 3. ഓക്കെ, പ്ലസ് 1 എന്ന് വരും. സോ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4x is equal to 3x plus 4 എന്ന് നമുക്ക് വരും. ക്ലിയർ ആണോ? അത് ക്ലിയർ ആണോ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, 3x അങ്ങോട്ട് കൊണ്ടുപോകുന്നു. സോ 4x മൈനസ് 3x, എങ്ങനെ മൈനസ് തന്നെ അവിടെ പ്ലസ് ആവും അല്ലെ, ഈക്വൽ ടു 4. സോൾവ് ചെയ്യുമ്പോൾ x is equal to 4 എന്ന് കിട്ടി. ഈ 4 നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് കിട്ടിയ അവിടുത്തെ y ഈക്വൽ ടു എന്ന് പറഞ്ഞ് കിട്ടിയില്ല, നമുക്ക് ഇവിടെ y ഈക്വൽ ടു എന്ന് കിട്ടില്ലേ, ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വരും, y ഈക്വൽ ടു 3 into 4 പ്ലസ് 3. അപ്പൊ എന്ത് വരും, 3 into 4 എന്ന് പറഞ്ഞാല് 12 പ്ലസ് 3 that equal to 15. 15 കിട്ടി. ഇത്ര എഴുതിയാൽ മതിയോ? y എക്സും കിട്ടി. പോരാ, നമ്മുടെ ഇവിടെ എന്താ പറഞ്ഞത്, കണ്ടുപിടിക്കാന് വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ. അപ്പൊ ഫ്രാക്ഷൻ എഴുതി കൊടുക്കണം നമ്മൾ. അതെപ്പറ്റിയാണ് നമ്മൾ മിട്ടുക്ക്, മനസ്സിലായോ? അപ്പറ്റിയാണ് നമ്മൾ മിട്ടുക്ക്. എന്താണ്, എക്സ് ബൈ വൈ ആണ് അല്ലെ. എന്താണ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. എന്താണ് മക്കളെ എക്സ് എന്ന് പറഞ്ഞാല്, എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, 4 എന്ന് കിട്ടി. സോ 4 divided by 15. 4 divided by 15. അപ്പൊ അതാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ളത്. എങ്ങനെ കിട്ടിയത് മനസ്സിലായില്ലേ? ഈ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് എഴുതി പഠിക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, കമന്റ് ബോക്സിലും ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് കയറി ചോദിക്കുക, നമ്പർ കയറി ഇങ്ങനെ നിങ്ങൾക്ക് ഡൗട്ട് ചോദിച്ചാൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും അലിഫ് എഡ്യൂല് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ചോദിക്കാം. ഓക്കെ, ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്താലോ? ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ മാറ്റം വരുത്തണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്പറിൽ വിളിച്ചിട്ടോ മെസ്സേജ് അയച്ചിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് നമ്മളെ സൈഡിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ ബൈ.